പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമുക്ക് ഫിസിക്സിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് ഇറഗുലർ ഷേപ്പുള്ള വസ്തുക്കളുണ്ടോ ഇല്ലേ? ഉദാഹരണത്തിന് ഒരു കാണിച്ചു തരാം. ഒരു കല്ല് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു കല്ല് കണ്ട നിങ്ങൾ, ഇതിന് റെഗുലറായിട്ട് ഷേപ്പ് ഒന്നുമില്ല അല്ലേ? നമുക്ക് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് വോളി കണ്ടുപിടിക്കുക? നമ്മൾ മുമ്പ് ഒരു സൂചന നൽകിയിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഇതൊക്കെ നമ്മുടെ മുന്നിലൊരു ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഡെൻസിറ്റി എന്താന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. മനസ്സിലായോ? എന്നാലാണ് ശരിയാവുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പഠിച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുക്കാം. ഇത് എന്താണ് ഡെൻസിറ്റി എന്നുള്ളത്? ഡെൻസിറ്റി എന്ന് വെച്ചാൽ ചെറിയ സാധനങ്ങളുടെ ഡെൻസിറ്റി പറയാ ഒരു ക്യൂബിക് സെന്റിമീറ്ററിൽ എത്ര വെയിറ്റ് ഉണ്ടെന്ന് അനുസരിച്ചാണ്. ചെറിയ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അല്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ ഡെൻസിറ്റി പറയുമ്പോൾ നമ്മൾ എന്തിലാ പറയാ? ക്യൂബിക് സെന്റിമീറ്റർ. ഒരു ഘന സെന്റിമീറ്റർ എന്ന് മലയാളം പറയും. ഒരു ഘന സെന്റിമീറ്ററിന് എത്ര ഭാരമുണ്ട് എന്നുള്ളതാണ് ഡെൻസിറ്റി. ഒരു ഘന സെന്റിമീറ്റർ. അപ്പൊ ഒരു ഘന സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സാധനം ഓർമ്മ പറഞ്ഞാൽ എന്താണ്? ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയും ഒരു സെന്റിമീറ്റർ കനവുമുള്ള ഒരു കട്ടയെ, ഇതുപോലത്തെ ഒരു കട്ടയെ, ഒരു സെന്റിമീറ്റർ നീളം, ഒരു സെന്റിമീറ്റർ വീതി, ഒരു സെന്റിമീറ്റർ ഈ ഘനമുള്ള ഒരു കട്ട നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിൻ്റെ ഭാരമാണ് ഒരു എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി. അതിൻ്റെ മാസ്, അതിൻ്റെ മാസാണ്. അപ്പൊ ഒരു വലിയ സാധനത്തിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതിലെ ഇത്രയും ഭാഗം എടുത്തിട്ട് വെയിറ്റ് നോക്കിയാൽ എത്ര ഭാരമുണ്ടോ അതായിരിക്കും ഡെൻസിറ്റി. ഇത് ചെറിയ സാധനങ്ങളുടെ ഡെൻസിറ്റി അതിലാണ് പറയുകയെങ്കിൽ വലിയ സാധനങ്ങളുടെ ഡെൻസിറ്റി പറയുക വേറെ ഇതിലായിരിക്കും. ഇപ്പൊ നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ ഡെൻസിറ്റി പറയുക അത് ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ വീതി നീളം, 10 സെന്റിമീറ്റർ വീതി, 10 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ഇതുപോലത്തെ ഒരു വലിയൊരു കട്ട സങ്കല്പിക്കുകയാണെങ്കിൽ ആ കട്ട ഇതിന്റെ വെയിറ്റ് ആണ് എന്ത്? ഒരു ലിറ്റർ എന്ന് പറയും. അതിന്റെ വെയിറ്റ് ആണ് 1000 മില്ലിഗ്രാം. അപ്പൊ അല്ല, 1000 മില്ലി അല്ല, 1000 ഗ്രാം. 1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം. അപ്പോൾ ഒരു കിലോ ഉണ്ടായി ഭാരമാണ് ആയിരിക്കുക. അപ്പോൾ ഒരു ലിറ്ററിലൊക്കെ പറയാ. കുറച്ചുകൂടി വലുത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലും പറയും. ഇപ്പോൾ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരമുള്ള ഒരു വലിയ ക്യൂബ് സങ്കല്പിക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 3.25 അടി സ്കെയിലും 3 സ്കെയിലും പിന്നെ അതിൻ്റെ ഒരു 1/3 ഭാഗവും കൂട്ടിച്ചാൽ എത്ര ഉണ്ടാവും മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ ഏകദേശം ഈ ബോർഡിന്റെ വീതിയിലുള്ള ബോർഡിന്റെ നീളത്തിലുള്ള എന്തുണ്ടായിരിക്കും? ഒരു ഈ നീളത്തിൽ ഉള്ള നീളം വീതി ഉയരമുള്ള ഒരു വലിയൊരു ഇത് സങ്കല്പിക്കുക. അത് ഘനമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് പറയും. അതിന്റെ ഭാരത്തിലായിരിക്കും പറയാം. അപ്പൊ അത് മീറ്ററിൽ പറയുമ്പോൾ, അപ്പൊ നമ്മളിപ്പോ ഫിസിക്സിലൊക്കെ ഒരു അളവ് പറയുമ്പോൾ മീറ്ററിലാണെങ്കിൽ എല്ലാം മീറ്ററിലായിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കണക്കുണ്ട്. മീറ്ററിൽ പറയുമ്പോൾ ഭാരം കിലോയിൽ പറയണം, നീളം മീറ്ററിൽ പറയുക. അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അങ്ങനെ അനുസരിച്ചാണ് യൂണിറ്റ് പറയുക. ഇനി നമുക്ക് ചെറിയ അളവിന് ചെറിയ യൂണിറ്റിൻ്റെ ആക്കി. നമ്മൾ ചെറുപ്പം സ്വർണ്ണമൊക്കെ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ഗ്രാമിലൊക്കെ പറയുക. കൊള്ളി അതുപോലെ പറയുമ്പോൾ കിലോയില പറയുക. അതേസമയം നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ടണ്ണിലായിരിക്കും പറയുക. മെർക്കുറിയൊക്കെ വളരെ ചെറിയ അളവിലാണ്. അത് നമുക്ക് ഗ്രാമിലൊക്കെ മേടിക്കാറുള്ളത്. ഭയങ്കര വിലയും ഭയങ്കര വെയിറ്റും അത് ഉള്ളത് കൊണ്ടും മാരകമായ പോഷനൊക്കെ വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ അത് ഗ്രാമിലൊക്കെ തന്നെ പറയാം. ഇനി അങ്ങനെയൊക്കെയാണ് നമ്മൾ കരിങ്കല്ല് ഒക്കെ മേടിക്കുമ്പോൾ ടണ്ണിനെ എന്നൊക്കെ പറയാം. ഇനി നോക്കുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നോക്ക്, ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡിൽ കാണുന്ന ഒരു ക്യൂബ് എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ്. സെന്റിമീറ്ററാണ് അതിൻ്റെ അളവിൽ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എടുക്കുക, വോള്യത്തിൻ്റെ യൂണിറ്റ് എടുക്കുക, ഘന സെന്റിമീറ്റർ അഥവാ സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും. എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതി അതുപോലെ ഘനമുള്ള കട്ടയാണ് ഘന സെന്റിമീറ്റർ. അതാണ് അത് ക്യൂബ്.
അപ്പോൾ അതിനെന്താ പറയുക, ഒരു സെന്റിമീറ്റർ ക്യൂബ്. ഈ സെന്റിമീറ്റർ ക്യൂബ് എത്ര എണ്ണം ഉണ്ടോ എന്നാണ് നോക്കുന്നതാണ് ഒരു സാധനത്തിന്റെ വ്യാപ്തം എന്ന കാര്യം നമ്മളിൽ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ കട്ടയുടെ വ്യാപ്തം പറഞ്ഞാൽ ഇതുപോലത്തെ എത്ര കട്ട അടങ്ങിയതായിരിക്കുകയാണ് സാധനം എന്നാണ് ചോദ്യം. അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഇങ്ങോട്ട് ഇതുപോലത്തെ 1, 1, 2, 3, 4 എണ്ണം കിട്ടും നീളത്തിൽ. വീതിയിൽ 1, 2, 3 കിട്ടും. അപ്പൊ എത്രയോ 4, 3, 12 1 സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് കിട്ടും. 5 സെന്റിമീറ്റർ കട്ടുണ്ടെങ്കിൽ 15, 60 ഘന സെന്റിമീറ്റർ ഇതുപോലത്തെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ വോളിയം 60 ഘന സെന്റിമീറ്റർ ആണ് എന്നർത്ഥം. മനസ്സിലായോ? 60 ഘന സെന്റിമീറ്റർ മനസ്സിലായല്ലോ. ഈ ഇതില് ഒരു കട്ടയുടെ ഭാരത്തെയാണ് നമ്മൾ പറയാ, ഒരു ക്യൂബിന്റെ മാസിനെയാണ് നമ്മൾ പറയാ ഡെൻസിറ്റി. അപ്പൊ ഇതിലെ ചെറിയ അളവിലെ ഡെൻസിറ്റി. ഇനി നോക്കുക, ഇതൊക്കെ ചെറിയ സാധനം ആയതുകൊണ്ട് അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഘനമീറ്റർ, തടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഘനമീറ്ററിലെ പറയാം. അല്ല വെള്ളമൊക്കെ ആണെങ്കിൽ വലിയ അളവിൽ വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിലാണ് അളവ്, അതിന് വലിയ അളവ്. ഇനി നമുക്ക് ഇതിന്റെ ഡെൻസിറ്റി സെന്റിമീറ്ററിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇതിന്റെ ഭാരം 60 ഗ്രാം ആണ്. 120 ഗ്രാം ആണെന്ന് വിചാരിക്കുക. 120 ഗ്രാം ഭാരമുണ്ട് ഇതിന്. എത്ര ഭാരം? 120 ഗ്രാം മാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. മാസ് ഇക്കിട്ട് 120 ഗ്രാം. ഇതിന്റെ വോളിയം എത്രയുണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ വോളിയം 4×3×5 അല്ലേ? 4×3 എന്ന് പറഞ്ഞാൽ ഏരിയ, 5 എന്ന് പറഞ്ഞ ഉയരം അല്ലേ? വോളിയം 60 സെന്റിമീറ്റർ ക്യൂബ്. മനസ്സിലായ? ഡെൻസിറ്റി ഇൻ ക്യൂബില് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെൻസിറ്റി ഡി ഇൻ ക്യൂബില് ക്യൂബിക് സെന്റിമീറ്റർ 1 സെന്റിമീറ്ററിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും നമ്മൾ 120 ഗ്രാമാണ് 60 എണ്ണത്തിനുള്ളത്. ഒരെണ്ണത്തിന് കട്ടാൻ 60 കൊണ്ട് ഹരിക്കുക അല്ലെ? അപ്പൊ നമ്മള് 2. അപ്പൊ 2 ഗ്രാം ആണ് ഇതിന്റെ ഡെൻസിറ്റി. മനസ്സിലായ? അപ്പൊ ഡെൻസിറ്റി നമുക്ക് 2 ഗ്രാം പെർ cm ക്യൂബ് എന്ന് പറയും. അതായത് ഇതിന്റെ അർത്ഥം ഒരു ഘന സെന്റിമീറ്ററിന് 2 ഗ്രാം. മനസ്സിലായേ? അപ്പൊ ഇത് നമുക്ക് അങ്ങനെ ഡെൻസിറ്റി നമ്മള് അല്ല, ഇത് ന്യൂട്ടണിൽ പറയുമ്പോൾ ഫോഴ്സ് ആണ് പറയുക. ഇത് മാസ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു കട്ടയുടെ മാസാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മാസ് എങ്ങനെ ന്യൂട്ടണിലാകുമ്പോ ഇത് വേണമില്ലേ, ഇതിന്റെ അതുകൊണ്ട് ഗുണിക്കണം, അപ്പോഴാണ് ഫോഴ്സ് ആവുക. ഇതല്ല ദൈവത്തിന്റെ അളവാണ് പറയുന്നത്. ഒരു ഗ്രാമില് ഒരു ഘന ഇതുപോലത്തെ ഒരു കട്ടയിൽ എത്ര മാസ് ഉണ്ടെന്ന് പറയുന്നുള്ളൂ. അത് ചെലുത്തുന്ന ഫോഴ്സ് കിട്ടണമെങ്കിൽ മറ്റേ ഭൂഗർത്തം കൊണ്ട് ഗുണിക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ ഡെൻസിറ്റി കിട്ടി ഇല്ലേ? ഇങ്ങനെയാണ് ഡെൻസിറ്റി നമ്മൾ സാധാരണ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കട്ടേരെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ കട്ട കൊണ്ടുപോയിട്ട് നമ്മൾ വെയിറ്റ് നോക്കുക, എന്നിട്ട് വോളിയം എടുക്കുക, ഹരിച്ചാൽ അതിന്റെ ഡെൻസിറ്റി കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഒരു അപ്പൊ മനസ്സിലായി, ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ മനസ്സിലായി. ഭാരം അറിഞ്ഞിരിക്കുക, വോളിയം അറിഞ്ഞിരിക്കുക. ഭാരം അറിയാൻ എന്താ ചെയ്യുക? ഭാരത്തെ മാസം അറിയാം. എന്ത് ചെയ്യുക? മാസം അറിയാൻ എന്ത് ചെയ്യുക? നമ്മളൊരു സ്പ്രിംഗ് ത്രാസ മറ്റേ കൊണ്ടുപോയിട്ട് ഞാത്തിട്ട് കഴിഞ്ഞാൽ അതില് അറിയാം, അതിൽ രേഖപ്പെടുത്തും. അപ്പൊ ഇതിലെ 120 ഗ്രാം അത് കാണിക്കും. ഈ സാധനമാണെങ്കിൽ 120 ഗ്രാം കാണിക്കും. ഇനി നോക്കുക, ഇങ്ങനെ ഒരു ഇതാണെന്ന് വിചാരിക്കുക, കല്ല്. ഇതിന്റെ ആണ് നിങ്ങളോട് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുപോയിട്ട് വെയിറ്റ് നോക്കും. അത് നിങ്ങൾക്ക് പറ്റും. ഒരു ചരട് കെട്ടി നിങ്ങൾ ഇതുമ്മ ഞാത്തിയിട, സ്പ്രിംഗ് ത്രാസുമ്പോൾ ഞാത്തിയിട, അപ്പൊ രേഖപ്പെടുത്തു. സപ്പോസ് അങ്ങനെ രേഖപ്പെടുത്തി കിട്ടുന്നത് മാസ് 15 ഗ്രാം എന്ന് കിട്ടിയും വിചാരിക്കുക. എന്ന് വിചാരിക്കുക 15 ഗ്രാം. ഇനി ഡെൻസിറ്റി കാണണമെങ്കിൽ എന്തറിയണം? വോളിയം അറിയണം അല്ലേ?
വോള്യം അറിയണം. വോള്യം V, മാസ് M അല്ലേ? മാസ് M 15 ഗ്രാമാണ്. വോള്യം V കണ്ടുപിടിക്കണം. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇതുകൊണ്ട് V കൊണ്ട് ഹരിച്ചാൽ മതി. പക്ഷെ V അങ്ങനെ കണ്ടുപിടിക്കും. ഇങ്ങനെ ഒരു ഷേപ്പിന്റെ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഫോർമുല ഇല്ല. അപ്പൊ നമുക്കറിയാം എന്തെന്ന്. ഇതൊരു കല്ലിൽ കെട്ടി ജാത്തി ഇട്ട് കഴിഞ്ഞാൽ പൊന്തുന്ന വെള്ളം നോക്കി കഴിഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും? ഇതിന്റെ വോള്യത്തിന് തുല്യമായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഇത് പൊന്തി നോക്കിയിട്ട് നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റും? വോള്യം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒരു ഷേപ്പുള്ള കാരണം നമുക്ക് ഹൈറ്റ് കണക്കാക്കി ഇതൊരു വൃത്താണ് അല്ലേ? ഇത് വൃത്തായതുകൊണ്ട് അതിന്റെ ഏരിയ കണക്കാക്കാം. πr² വെച്ച് വൃത്തത്തിന്റെ ഏരിയ കിട്ടും. ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ വോള്യം കിട്ടും. അപ്പൊ ഇപ്പോ നിലവിലുള്ള ഹൈറ്റ് നോക്കുക, പിന്നെ കൂടിയ ഹൈറ്റ് നോക്കുക. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ പൊന്തിയ വെള്ളത്തിന്റെ ഹൈറ്റ് കിട്ടും. ഇതിന്റെ എന്തും കിട്ടും നമുക്ക്? അടിഭാഗത്തെ ഏരിയയും കിട്ടും. അപ്പൊ ഏരിയയും ഹൈറ്റും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോള്യം കിട്ടും. അങ്ങനെ വോള്യം കണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ ഇതിലെ മുക്കിക്കൊണ്ട് വോള്യം കണക്കാക്കിയപ്പോ വോള്യം നമുക്ക് 5 cm³ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കട്ടേര 5 കട്ടയുള്ളത്. 5 കട്ടയ്ക്ക് 15 ഒരു കട്ടേര ഭാരം കണ്ടുപിടിക്കല്ലേ? 15 g/5. അപ്പൊ 3 ഗ്രാമാണ് എന്ത് ഒരു കട്ടയ്ക്ക് cm³ അല്ലേ? എന്ന് വെച്ചാൽ ഒരു കട്ടയ്ക്ക് 3 ഗ്രാം എന്ന് കിട്ടി അല്ലേ? അപ്പോ ഇതിപ്പോ ഇതിൽ 2 ഗ്രാം ആണെങ്കിൽ ഇതിന്റെ ഡെൻസിറ്റി 3 ഗ്രാമാണ് അല്ലേ? അപ്പോൾ ഒരു കട്ട ഈ സാധനത്തിന് ഒരു കട്ടയ്ക്ക് 2 ഗ്രാം ആയിരുന്നെങ്കിൽ ഈ സാധനത്തിന് ഒരു കട്ടയ്ക്ക് ഇതേ വലിപ്പത്തിൽ കട്ട എടുക്കുകയാണെങ്കിൽ 3 ഗ്രാം ഉണ്ടാവും എന്നാണ് നമ്മളോട് ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വോള്യം കണ്ടുപിടിക്കാൻ പറ്റിയ? ഇതിൽ മുക്കിയ സാധനം മുക്കുമ്പോൾ പൊന്തി ചെയ്ത് വെച്ചിട്ട് അല്ലേ? അങ്ങനെ വോള്യം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇതിനോട് നമ്മളോട് ചോദിക്കുന്നത് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്ത്? ഇത് ചെയ്യുകയാണെങ്കിൽ എന്ത്? ഈ 15 ഗ്രാം ആണല്ലോ നമ്മൾ വായുവിൽ ത്രാസിൽ തൂക്കം നോക്കിയപ്പോ കണ്ടത്. അത് ഇനി നമ്മൾ നോക്കിയത് ഇത് ചരടുമ്പ് കെട്ടി അത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ 15 ഗ്രാം കാണിക്കൂ എന്നുള്ളൊരു ചോദ്യം. 15 ഗ്രാം കാണിക്കില്ല. ഭാരം കുറയും. അതന്നെയാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. നമ്മൾ വെള്ളം കോരുമ്പോ ബക്കറ്റ് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ബക്കറ്റിന് ഭാരം കുറയും തോന്നാൻ കാരണം അതാണ് അപ്വേർഡ് ത്രസ്റ്റ്. അപ്പൊ നമുക്ക് എത്രയാണ് അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ അപ്വേർഡ് ത്രസ്റ്റിന്റെ ഫോർമുല ആലോചിച്ചാൽ മതി. അപ്വേർഡ് ത്രസ്റ്റിന്റെ ഫോർമുല എന്തായാലും നമുക്കറിയാം AHDG. AH എന്ന് വെച്ചാൽ വോള്യം അല്ലേ? ആ വോള്യം ആ പദാർത്ഥത്തിന്റെ ഡെൻസിറ്റി ഇൻറ്റു G. ഇതാണ് അപ്വേർഡ് ത്രസ്റ്റ് വരിക. അതായത് ഇതിനുണ്ടാകുന്ന അപ്വേർഡ് ത്രസ്റ്റ് എത്രയാണ്? അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത് VDG ആണ്. അത് വെള്ളത്തിന്റെ വോള്യം, വെള്ളത്തിന്റെ ഡെൻസിറ്റി, പിന്നെ ഭൂമിയുടെ എല്ലാം സെയിം ആണ്. ഇത് പറയാം. അപ്പൊ നമുക്ക് ഇതിനാണ് കുറവ് നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. ഇതിനെ നോക്കാം. നമുക്ക് എത്ര കുറവുണ്ടാവും പറയാം. ഇതിൽ നോക്കാം. നേരത്തെ ഉണ്ടാകുന്നത് 15 ഗ്രാമാണ് അല്ലേ? അത് ശരിക്ക് ആ സ്പ്രിംഗ് ത്രാസുമ ചെലുത്തുന്ന ഫോഴ്സ് എത്രയാണെന്ന് വെച്ചാൽ മാസ് ഇൻറ്റു G അല്ലേ? 15 G ആണ് അത്. 15 Gയിലാണത്. ഗ്രാം അല്ല, 15 G. 15 ഭൂമിയുടെ വലിയ. ഇതും 15 ഗ്രാം മാസ് എന്ന് വിചാരിക്കുക. ആ 15 ഗ്രാം മാസിനെ G ഭൂമിയുടെ ഗ്രാഹകർഷണ ബലം കൊണ്ട് അതല്ലേ ഭൂമിയുടെ ആക്സലറേഷൻ. 15 G ആണ് കീഴോട്ട് വലിക്കുക. മുകളിലോട്ട് വലിക്കുന്ന എത്രയായിരിക്കും? ഇതിന്റെ തന്നെ വോള്യത്തിൽ 5 ഗ്രാം അല്ലേ?
അപ്പൊ അങ്ങോട്ട് തള്ളുന്ന വെള്ളത്തിലായിരിക്കും 5 ഗ്രാം വെള്ളത്തിന്റെ അത് തള്ളുക. എത്ര ഡെൻസിറ്റി അതിന്റെ? അതില് ഒരു ഇത് 15 ഡെൻസിറ്റി എഴുതിയില്ലേ? ഇതിന്റെ 15 ഗ്രാം അല്ലേ? വേണ്ട, ഡെൻസിറ്റി വേണ്ട. 15 × 1 ഒന്നാണ് ഡെൻസിറ്റി വെള്ളത്തിന്റെ × G അല്ലേ? അപ്പോ എത്രയായിരിക്കും വരിക? 5 × G ആണ് എന്തുണ്ടാവുക? അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവുക 5G 5G. അപ്പൊ ആ കുറയുമ്പോ അപ്പൊ ആകെ ലോസ് ഓഫ് വെയിറ്റ് എത്രയാ വരിക? ലോസ് ഓഫ് വെയിറ്റ് എത്രയാണ് വരിക? ലോസ് ഓഫ് വെയിറ്റ് ലോസ് ഓഫ് മാസ് കാണിക്കുക എത്രയായിരിക്കും? 15 Gന്ന് എത്ര കുറയും? 5G. അപ്പൊ 10G ആണ് കാണിക്കുക അല്ലേ? 10Gയിലെ ഫോഴ്സിന്റെ കുറവാണ് അത് കാണിക്കുക അല്ല, കാണിക്കുള്ളൂ. 5G കുറഞ്ഞ് കാണിക്കും. എന്ന് വെച്ചാൽ 5 ഗ്രാം ഉള്ളത് 10 ഗ്രാം ആയിട്ടാണ് നമുക്ക് അതിന്റെ മാസ് കാണിക്കുക. അതിനെ പറയാം. അപ്പൊ ഈ 5 ഗ്രാമിനെ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയും. ആ ലോസ് ഓഫ് വെയിറ്റ് ഇതിന് തുല്യമാണ് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ, പൊന്തുന്ന വെള്ളത്തിന്. അതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളം. മുകളിലേക്ക് പൊന്തില്ലേ? മലയാളത്തിൽ ആദേശം ചെയ്യുന്ന വെള്ളം എന്ന് പറയും. അതിന്റെ വെയിറ്റിന് തുല്യമാണ്. അപ്പോ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? ഞാൻ ചോദ്യം ചോദിക്കാം. ഒരു വസ്തു ഏതെങ്കിലും ഒരു വസ്തു ഈ പേനയാണെന്ന് വിചാരിക്കും. ഇത് വെള്ളത്തിൽ മുക്കിയാൽ നമുക്കിത് പിടിക്കുന്ന വെയിറ്റ് തോന്നില്ലേ? അത് വെയിറ്റ് കുറയാത്തതിന് തുല്യമായിരിക്കും. ഇതിന്റെ വോളിയം ഉണ്ടല്ലോ, ഇതിന്റെ വോളിയം ഇതിന് തുല്യമായ വെള്ളത്തിന്റെ ഭാരം അല്ലേ? ഇത് മാസിന്റെ ഇതെന്ന് പറഞ്ഞ വെള്ളത്തിന്റെ ഇതിന് തുല്യല്ലേ? ആ വെള്ളത്തിന് ആ വോളിയം ഉണ്ടാക്കുന്ന ഫോഴ്സിന് തുല്യമായിരിക്കും കുറയുന്ന ഭാരം അല്ലേ? അത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോ ഈ തത്വം ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു കാര്യം കണ്ടുപിടിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വ്യത്യസ്ത തരം ദ്രാവകങ്ങളുടെ വെയിറ്റ് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, ചാരായം തന്നിട്ടുണ്ട്. അതായത് ചാരായം നമുക്കറിയാലോ, ആൽക്കഹോൾ തന്നിട്ടുണ്ട്, വെള്ളം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ഡെൻസിറ്റി അറിയാം. അപ്പൊ നമുക്ക് ചാരായത്തിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ഭാരം അറിയാവുന്ന, വായുവിൽ ഭാരം നോക്കിയിട്ടുള്ള ഒരു വസ്തു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ഗ്ലാസും ഒരു ചരടും ഒരു വസ്തു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? ഒരു ചരട് തന്നിട്ടുണ്ട്, കെട്ടിഞ്ഞാത്തിടാൻ പറ്റുന്നതിന് വേണ്ടി ഒരു ചരട് തന്നിട്ടുണ്ട്, ഒരു സ്പ്രിംഗ് ത്രാസ് തന്നിട്ടുണ്ട്, 2 തരം ഒരു ലിക്വിഡും തന്നിട്ടുണ്ട്, പിന്നെ വെള്ളവും തന്നിട്ടുണ്ട്. ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ദ്രാവകത്തിന്റെ സപ്പോസ് തന്നിട്ടുള്ളത് ആൽക്കഹോളം ശരിക്കും അതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരു സാധനത്തിന്റെ ഫുള്ള് മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഫുള്ള് മാസ് നമുക്ക് ഒരു കട്ടേരെ മാസ് അറിഞ്ഞാൽ മതി അല്ലേ? പക്ഷെ ഒരു കട്ടേരെ മാസ് അറിയണമെന്നില്ല. ആ ഫുള്ളിന്റെ മാസ് അറിഞ്ഞാൽ മതി അല്ലേ? ഫുൾ വോളിയത്തിന്റെ മാസ് അറിഞ്ഞാൽ അതിനെ ഹരിച്ച് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ മാസും ടോട്ടൽ വോളിയം അറിഞ്ഞാൽ മതി. അപ്പൊ ഒരു കട്ടേര എടുത്ത് നമ്മൾ ചെയ്യാൻ നോക്കണ്ട, അത് ബുദ്ധിമുട്ടായി. കാരണം നമുക്ക് മുറിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമുക്ക് അറിയുന്ന വോളിയത്തിന്റെ മാസ് എടുക്കുക. അപ്പൊ ആ മാസിനെ അറിയുന്ന വോളിയം ഉണ്ട്, അതിന്റെ ഡെൻസിറ്റി കിട്ടില്ലേ? മനസ്സിലായല്ലോ? ആ തത്വം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. അത് നിർത്തിയിട്ട് എടുക്കാം, കുറച്ച് മായ്ക്കാനൊക്കെ.